പണത്തിന് ആവശ്യം വരുമ്പോൾ നമ്മുടെ വസ്തു ബാങ്കിന് ഈടായി പണയപ്പെടുത്തി നമ്മൾ വായ്പ എടുക്കാറുണ്ട്. ഇന്ത്യയിലെ പ്രമുഖ ബാങ്കുകളിൽ ഒന്നാണ് സൗത്ത് ഇന്ത്യൻ ബാങ്ക്. സൗത്ത് ഇന്ത്യൻ ബാങ്ക് നിരവധി വായ്പാ സേവനങ്ങൾ നൽകുന്നുണ്ട്. അതിലൊന്നാണ് സൗത്ത് ഇന്ത്യൻ ബാങ്കിന്റെ ലോൺ അഗൈൻസ്റ്റ് പ്രോപ്പർട്ടി അഥവാ വസ്തുവിന്മേലുള്ള വായ്പ. ഇന്ന് ഈ വീഡിയോയിൽ സൗത്ത് ഇന്ത്യൻ ബാങ്കിന്റെ വസ്തുവിന്മേലുള്ള വായ്പയെക്കുറിച്ചുള്ള മുഴുവൻ വിവരങ്ങൾ, ആർക്കൊക്കെ ഈ വായ്പ ലഭിക്കും, എന്തെല്ലാം തരത്തിലുള്ള വസ്തുവകൾ നമുക്ക് ഈടായിട്ട് പണയപ്പെടുത്തുവാൻ സാധിക്കും, അതുപോലെ ഇതിന്റെ യോഗ്യതകൾ, ആർക്കൊക്കെ വായ്പ ലഭിക്കും, അതുപോലെ എന്തൊക്കെ ഡോക്യുമെന്റ്സ് വേണം, പലിശ നിരക്ക്, വായ്പ തുടങ്ങിയ മുഴുവൻ വിവരങ്ങളുമാണ് ഇന്ന് ഈ വീഡിയോയിൽ. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ യൂട്യൂബ് ചാനൽ സന്ദർശിക്കുന്നതെങ്കിൽ ഈ യൂട്യൂബ് ചാനൽ ഇതുപോലുള്ള അനേകം റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ അങ്ങേയത്തോട് പ്രവർത്തിക്കുന്ന ഇൻസ്റ്റന്റ് പേഴ്സണൽ ലോണുകൾ, പേഴ്സണൽ ലോൺസ്, ഹോം ലോൺസ്, എഡ്യൂക്കേഷൻ ലോൺസ്, ലോൺ അഗൈൻസ്റ്റ് പ്രോപ്പർട്ടി, നിരവധി ബാങ്കുകളുടെ അങ്ങനെ നിരവധി ലോണുമായിട്ട് സംബന്ധമായി ബന്ധപ്പെട്ട വീഡിയോകളും സ്റ്റോക്ക് മാർക്കറ്റിന്റെ വീഡിയോകളും അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അതൊക്കെ നിങ്ങളിലേക്ക് യഥേഷ്ടം ലഭിക്കണമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ല്, തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ എനാബിൾ ചെയ്യാൻ മറക്കല്ല്. എന്റെ പേര് ക്ലിൻസ്റ്റാച്ച് മണിവളി. വെൽക്കം ടു മൈ ചാനൽ. വ്യക്തികൾക്കും സംരംഭങ്ങളായിട്ടുള്ള പ്രൈവറ്റ് ആൻഡ് പബ്ലിക് ലിമിറ്റഡ് കമ്പനീസ്, അതുപോലെ പ്രൊപ്രൈറ്റർഷിപ്പ്, പാർട്ണർഷിപ്പ് കമ്പനികൾ, LLP കമ്പനികൾ, ട്രസ്റ്റുകൾ, സൊസൈറ്റികൾ തുടങ്ങിയവർക്കെല്ലാം ഈ വായ്പ ലഭ്യമാകുന്നതാണ്. റെസിഡൻഷ്യൽ പ്രോപ്പർട്ടീസും കൊമേഴ്ഷ്യൽ പ്രോപ്പർട്ടീസ് എല്ലാം നമുക്ക് ഇതിന് ഈടായിട്ട് നൽകി നമുക്ക് വായ്പ എടുക്കുവാൻ സാധിക്കും. ഈടായി നൽകുന്ന വസ്തുവിന്റെ മാർക്കറ്റ് വാല്യൂ, വായ്പയ്ക്ക് അപേക്ഷിക്കുന്ന വ്യക്തിയുടെ പ്രതിമാസ വരുമാനം, അല്ലെങ്കിൽ നിങ്ങളുടെ സംരംഭങ്ങളാണെങ്കിൽ അതിന്റെ ടേൺ ഓവർ തുടങ്ങിയവ പരിഗണിച്ചാണ് പരമാവധി എന്തുമാത്രം വായ്പ തുക തരണമെന്ന് ബാങ്ക് നിശ്ചയിച്ചിരിക്കുന്നത്. 5 ലക്ഷം രൂപ മുതൽ 3 കോടി രൂപ വരെയാണ് ഈ ഇനത്തിൽ ബാങ്ക് വായ്പയായിട്ട് നൽകുന്നത്. എടുക്കുന്ന വായ്പയ്ക്ക് 3 വർഷം മുതൽ 12 വർഷം വരെ തിരിച്ചടവ് കാലാവധി ലഭിക്കും. ഇതിന്റെ വാർഷിക പലിശ നിരക്ക് അനുഭവിക്കുന്നത് 13.15%. കൃത്യമായിട്ട് ഒരു വാർഷിക പലിശ നിരക്ക് പറയാത്തത്, ഈ വാർഷിക പലിശ നിരക്കിൽ എപ്പോഴും മാറ്റം ഉണ്ടാകാം. കാരണം റിപ്പോ നിരക്കിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾക്ക് ബാങ്കുകളുടെ പോളിസീസ് അനുസരിച്ചും എപ്പോഴും പലിശ നിരക്കിൽ മാറ്റം ഉണ്ടാകും. പ്രോസസിംഗ് ഫീസ് എടുത്ത വായ്പയുടെ 2% അല്ലെങ്കിൽ കുറഞ്ഞത് 10,000 രൂപ നിങ്ങൾ പ്രോസസിംഗ് ചാർജ് ആയിട്ട് ബാങ്ക് ഈടാക്കും. കൂടാതെ GST തുടങ്ങിയ ചാർജുകളും ബാങ്ക് വായ്പയ്ക്ക് അപേക്ഷിക്കുന്ന വ്യക്തികളിൽ നിന്ന് ഈടാക്കുന്നതാണ്. വായ്പയ്ക്ക് അപേക്ഷിക്കുന്ന വ്യക്തിയുടെ സ്പൗസ് അല്ലെങ്കിൽ ജീവിത പങ്കാളി ഈ വായ്പയ്ക്ക് കോ ആപ്ലിക്കന്റ് ആയിട്ട് നിൽക്കേണ്ടി വരും. ഇപ്പൊ സ്പൗസ് ഇല്ലാത്ത ഒരു വ്യക്തിയാണെങ്കിൽ ക്ലോസ് റിലേറ്റീവ്സ് കോ ആപ്ലിക്കന്റ് ആയിട്ട് നിൽക്കേണ്ടി വരും. ഈടായി നൽകുന്ന വസ്തുവിൽ നമ്മളിൽ കൂടാതെ മറ്റാർക്കെങ്കിലും അവകാശം ഉണ്ടെങ്കിൽ അവരും കോ ആപ്ലിക്കന്റ് ആയിട്ട് ഈ വായ്പയ്ക്ക് നിൽക്കേണ്ടി വരും. വായ്പയ്ക്ക് അപേക്ഷിക്കുന്ന വ്യക്തിക്കും കോ ആപ്ലിക്കൻസിനും 750 മുകളിലെങ്കിലും സിബിൽ സ്കോർ ഉണ്ടായിരിക്കണം. ഈ സിബിൽ സ്കോർ എന്തോ ആണ്, എങ്ങനെ ഫ്രീ ആയിട്ട് ചെക്ക് ചെയ്യാമെന്നുള്ള ഒരു വീഡിയോ ഇതിനോടകം തന്നെ ഞാൻ ചെയ്തിട്ടുണ്ട്. അത് ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ട്, ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് അത് കാണുവാൻ സാധിക്കും. സാലറായിട്ടുള്ള വ്യക്തികളും സ്വയം തൊഴിൽ ചെയ്യുന്നതും മറ്റ് ബിസിനസ്സുകളിൽ ഏർപ്പെടുന്നതുമായ സ്ഥിര വരുമാനമുള്ളവർക്കാണ് ഈ വായ്പ ലഭ്യമാകുന്നത്. ഇതിന്റെ പ്രായപരിധി നിശ്ചയിച്ചിരിക്കുന്നത് കുറഞ്ഞത് 21 വയസ്സും, നിങ്ങൾ സാലറായിട്ടുള്ള വ്യക്തികളാണെങ്കിൽ പരമാവധി 60 വയസ്സും, നിങ്ങൾ സെൽഫ് എംപ്ലോയിഡ് അഥവാ സ്വയം തൊഴിൽ ചെയ്യുന്നവരാണെങ്കിൽ പരമാവധി 70 വയസ്സുമാണ് ഇതിന് പ്രായപരിധിയായിട്ട് നിശ്ചയിച്ചിരിക്കുന്നത്. ഇനി ഈ വായ്പയ്ക്ക് ആവശ്യമായിട്ടുള്ള ഡോക്യുമെന്റ്സ് എന്തെല്ലാം വന്നു? KYC ഡോക്യുമെന്റ്സ് ആയിട്ട് വായ്പയ്ക്ക് അപേക്ഷിക്കുന്ന വ്യക്തിയുടെയും കോ ആപ്ലിക്കൻസിന്റെയും ആധാർ കാർഡ്, പാൻ കാർഡ്, പാസ്പോർട്ട് സൈസ് ഫോട്ടോസ് തുടങ്ങിയ രേഖകൾ നമ്മൾ നൽകണം. കൂടാതെ ബാങ്കിൽ നിന്ന് ലഭിക്കുന്ന ഒരു ഫോമും കൂടി നമ്മൾ ഫില്ല് ചെയ്ത് കൊടുക്കണം. ഇൻകം പ്രൂഫിനായിട്ട് അഥവാ വരുമാനം തെളിയിക്കാനായിട്ട് 3 മാസത്തെ സാലറി സ്ലിപ്പ്, 6 മാസത്തെ ബാങ്ക് അക്കൗണ്ട് സ്റ്റേറ്റ്മെന്റ്. ഈ ബാങ്ക് അക്കൗണ്ട് സ്റ്റേറ്റ്മെന്റ് നമ്മളുടെ വരുമാനം ഏത് ബാങ്ക് അക്കൗണ്ടിലോട്ടാണ് വരുന്നത് ആ സ്റ്റേറ്റ്മെന്റ് ആണ് നൽകേണ്ടത്. കൂടാതെ 2 വർഷത്തെ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്തതിന്റെ ഡീറ്റെയിൽസ് തുടങ്ങിയ രേഖകൾ നൽകണം. നിങ്ങൾ ബിസിനസ് ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങളുടെ ബിസിനസ് പ്രൂഫ് തുടങ്ങിയ രേഖകൾ ബാങ്ക് ആവശ്യപ്പെടാറുണ്ട്. പ്രധാനമായിട്ടും ഇൻകം പ്രൂഫ് ആയിട്ട് ഇത്രയും ഡോക്യുമെന്റ്സ് ആണ് ബാങ്ക് ആവശ്യപ്പെടുന്നത്. വസ്തുവിന്റെ രേഖകൾ നൽകണം. ആധാരങ്ങള്, മുന്നാധാരങ്ങള്, കൈവശാവകാശ സർട്ടിഫിക്കറ്റ്, ബാധ സർട്ടിഫിക്കറ്റ്, ഇതെല്ലാം 30 വർഷത്തെയെങ്കിലും ബാങ്ക് ആവശ്യപ്പെടാറുണ്ട്. പിന്നെ കരമടച്ച രസീത്, ലൊക്കേഷൻ സ്കെച്ച്, NOC എന്ന് പറഞ്ഞാൽ ഇതിനു മുമ്പ് നമ്മൾ എവിടെയെങ്കിലും വായ്പ എടുത്തിട്ടുണ്ട് ഈ വസ്തു വെച്ചെങ്കിൽ അത് നമ്മൾ തിരിച്ചടച്ചതിനുള്ള ഒഴിമുറി സർട്ടിഫിക്കറ്റ് അഥവാ NOC ബാങ്ക് ആവശ്യപ്പെടും. എടുക്കുന്ന വായ്പ നിങ്ങൾ കൃത്യമായിട്ട് തിരിച്ചടച്ചില്ലെങ്കിൽ എത്ര രൂപയാണോ നിങ്ങൾ കൃത്യമായി തിരിച്ചടയ്ക്കാതെ ആ തുകയുടെ 2% നിങ്ങൾക്ക് പലിശയായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അതുകൊണ്ട് എടുക്കുന്ന വായ്പകളെല്ലാം കൃത്യമായിട്ട് തിരിച്ചടയ്ക്കുക. തിരിച്ചടച്ചില്ലെങ്കിൽ നിങ്ങളുടെ വസ്തുവകകൾ ബാങ്ക് അറ്റാച്ച് ചെയ്യുന്നതാണ് കോടതി മുഖേന. ഈ വായ്പയ്ക്ക് അപേക്ഷിക്കുവാൻ നിങ്ങളുടെ തൊട്ടടുത്തുള്ള സൗത്ത് ഇന്ത്യൻ ബാങ്കിന്റെ ശാഖയുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ്. ഈ വായ്പ എടുത്തിട്ടുള്ളവർ അവരുടെ അനുഭവങ്ങൾ ഈ വീഡിയോയുടെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. എങ്കിൽ പിന്നെ പുതിയൊരു വീഡിയോയുമായി അടുത്ത എപ്പിസോഡിൽ